ഹായ് എവരിവൺ, നമ്മളിന്ന് പറയാൻ പോകുന്നത് ഫാർമക്കോളജിയിലെ ഡയൂററ്റിക്സ് ആണ്. അതിലെ തന്നെ കാർബോണിക് അൺഹൈഡ്രേസ് ഇൻഹിബിറ്റേഴ്സ് ആയിരിക്കും നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത്. ബാക്കിയുള്ളതൊക്കെ അടുത്ത വീഡിയോസിലായിട്ട് വരും. ഡയൂററ്റിക്സ്, അത് എന്താണ് ഡയൂററ്റിക്സ്? ഡ്രഗ്സ് വിച്ച് കോസ് എ നെറ്റ് ലോസ് ഓഫ് സോഡിയം ആൻഡ് വാട്ടർ ഇൻ യൂറിൻ. അതായത് വെള്ളം മാത്രമല്ല, കൂടെ സോഡിയം കൂടെ പോകും. ഇവരെയാണ് നമ്മൾ ഡയൂററ്റിക്സ് എന്ന് പറയുന്നത്. ഇനി കമ്മിങ് ടു ദ ക്ലാസിഫിക്കേഷൻ. എപ്പോഴും ക്ലാസിഫിക്കേഷൻ ത്രിപാദിയിൽ നിന്ന് പഠിക്കണം നമ്മൾ പറയുക അല്ലെ. ത്രിപാദിയുടെ ക്ലാസിഫിക്കേഷൻ ആണ് ഡയൂററ്റിക്സ് ആർ ക്ലാസിഫൈഡ് ടു ഹൈ സീലിംഗ്, മീഡിയം എഫിക്കസി ഓർ വീക്ക് ഓർ അഡ്ജങ്ക്റ്റീവ് ഡയൂററ്റിക്സ്. ഇങ്ങനെ മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതിലെ വീക്ക് ഓർ അഡ്ജങ്ക്റ്റീവ് ഡയൂററ്റിക്സിലെ കാർബോണിക് അൺഹൈഡ്രേസ് ഇൻഹിബിറ്റേഴ്സും ഉണ്ട്, ഓസ്മോട്ടിക് ഡയൂററ്റിക്സും ഉണ്ട്. അതിലെ കാർബോണിക് അൺഹൈഡ്രേസ് ഇൻഹിബിറ്റർ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിലെ പ്രധാനപ്പെട്ട ആളാരാണ്? അസറ്റാസോളമൈഡ്. ഇത് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കും. നിങ്ങൾക്ക് ഈ പടത്തിൽ കാണുന്ന പോലെ ഫിൽട്രേഷൻ 100% സോഡിയം എന്ത് ചെയ്യുന്നു? ഗ്ലോമർലെസിലൂടെ കടന്നു വരുന്നു എന്ന് വിചാരിക്കാം. ആ കടന്നു വരുന്ന 100% സോഡിയത്തിലെ 65 മുതൽ 70% ആരാണ് റീഅബ്സോർബ് ചെയ്യുന്നത്? പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ ആണ്. ബാക്കി 20 മുതൽ 25% വരെ എടുക്കുന്നത് റീഅബ്സോർബ് ചെയ്യുന്നത് സോഡിയത്തിനെ തിക്ക് അസെൻഡിങ് ലൂപ്പ് ഓഫ് ഹെൻലി ആണ്. 5 മുതൽ 8% വരെ റീഅബ്സോർബ് ചെയ്യുന്നത് ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ ആണ്. 1 മുതൽ 2% വരെയുള്ളൂ കളക്ടിംഗ് ഡക്ട്. നമ്മുടെ കാർബോണിക് അൺഹൈഡ്രേസ് ഇൻഹിബിറ്റേഴ്സ് ആക്ട് ചെയ്യാൻ പോകുന്നത് പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിലാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും 65 മുതൽ 70% വരെ റീഅബ്സോർബ് ചെയ്യുന്നിടത്താണ് കാർബോണിക് അൺഹൈഡ്രേസ് ഇൻഹിബിറ്റേഴ്സ് ആക്ട് ചെയ്യാൻ പോകുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് അവര് ഹൈ എഫിക്കസി അല്ലാതെ ശരിക്കും ഇപ്പോൾ നമ്മൾ പറയുന്ന പോലെ വീക്ക് എഫിക്കസി ഡ്രഗ്സ് ആയി മാറിയതെന്ന്? അതിന് കാരണം ഇവിടെ 65 മുതൽ 70% വരെ റീഅബ്സോർബ് ചെയ്യുന്നതിന് നമ്മൾ തടഞ്ഞു. അപ്പൊ അത്രയും ഭാഗം എങ്ങോട്ടേക്ക് പോകും? താഴേക്ക് പോകും. പക്ഷെ താഴെ എത്തുമ്പോൾ 25% വലിച്ചെടുക്കും. എവിടുന്ന്? അസെൻഡിങ് ലിംബിൽ നിന്ന്. 5 മുതൽ 8% വരെ DCT നിന്ന് വലിച്ചെടുക്കും. 1 മുതൽ 2% വരെ കളക്ടിംഗ് ഡക്റ്റിൽ നിന്ന് വലിച്ചെടുക്കും. അപ്പം ഒരു നെറ്റ് എമൗണ്ട് ഇങ്ങനെ ലോസ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ അതൊരു നല്ല ഒരു ഡയൂററ്റിക് ഏജന്റ് അല്ല. മനസ്സിലായോ? കമ്മിങ് ടു കാർബോണിക് അൺഹൈഡ്രേസ് ഇൻഹിബിറ്റേഴ്സ്. ഡെഫിനിഷൻ: കാർബോണിക് അൺഹൈഡ്രേസ് ഇൻഹിബിറ്റേഴ്സ് ആർ ഡയൂററ്റിക്സ് that act on the proximal convoluted tubule of the nephron. ഇത് ഇൻഹിബിറ്റ്, പേര് പറയുന്ന പോലെ തന്നെ കാർബോണിക് അൺഹൈഡ്രേസ് എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നവരാണ് അവർ. അപ്പൊ എന്ത് പറ്റും? അവര് ബൈകാർബണേറ്റ് അയോണിന്റെ അബ്സോർപ്ഷനെ കുറയ്ക്കും, ബൈകാർബണേറ്റ് അയോണിന്റെ റീഅബ്സോർപ്ഷനെ കുറയ്ക്കും. അതുവഴി മെറ്റബോളിക് അസിഡോസ് സംഭവിക്കും. അല്ലെ, ശരിയല്ലേ? ഒരു ആൽക്കലി നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ മെറ്റബോളിക് അസിഡോസ് ആണ് സംഭവിക്കുക. കൂടാതെ മൈൽഡ് ആയിട്ടുള്ള ഡയൂറസിസും, വെള്ളം പോകുന്നതുകൊണ്ട്. നമ്മുടെ പ്രോട്ടോടൈപ്പ് ഡ്രഗ് ഏതാണ്? അസറ്റാസോളമൈഡ്. ഒരൊറ്റ ഡ്രഗേ ഉള്ളൂ, പഠിച്ചേക്ക്, അസറ്റാസോളമൈഡ്. ഇനി കാർബോണിക് അൺഹൈഡ്രേസ് ഇൻഹിബിറ്റേഴ്സ് ഞാൻ പറഞ്ഞു പ്രോക്സിമൽ ട്യൂബ്യൂളിലാണ് ആക്ട് ചെയ്യുന്നത്. അവിടെയാണ് 65 മുതൽ 70% വെള്ളത്തിൽ സോഡിയത്തിനെ റീഅബ്സോർബ് ചെയ്യുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ അതിനെ വീക്ക് ഡ്രഗ് എന്ന് പറയുന്നത്? കാരണം however the distal nephron segments the loop of Henle, DCT and the collecting duct compensate for the sodium loss, reducing the overall diuretic effect. ഇവിടെയെല്ലാം വീണ്ടും റീഅബ്സോർബ് ചെയ്യുന്നതുകൊണ്ടാണ് അത് കുറഞ്ഞു പോകുന്നത്. കമ്മിങ് ടു ദ മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് അസറ്റാസോളമൈഡ്. നമ്മൾ ഒന്ന് കാർബോണിക് അൺഹൈഡ്രേസ് ഇൻഹിബിറ്റർ ആണ്. അതുകൊണ്ട് PCTയിലെ സെല്ലിന്റെ ഉള്ളിലെ കാർബോണിക് അൺഹൈഡ്രേസ് എവിടെയാ ആക്ട് ചെയ്യുന്നത് നമ്മൾ അറിയണം. കാർബൺ ഡയോക്സൈഡും വാട്ടറും ചേർന്ന് കാർബോണിക് ആസിഡ് ആവുന്നു. അത് മീഡിയേറ്റ് ചെയ്യുന്ന കാർബോണിക് അൺഹൈഡ്രേസ് ആണ്. കൂടാതെ അത് കാർബോണിക് ആസിഡ് തിരിച്ച് H+ ബൈകാർബണേറ്റ് അയോൺ ആയിട്ട് മാറുന്നു PCT സെല്ലില്. ഇതും എന്താണ് മീഡിയേറ്റ് ചെയ്യുന്നത്? കാർബോണിക് അൺഹൈഡ്രേസ് ആണ്. അപ്പൊ ഈ സ്റ്റെപ്പിനെ എന്ത് ചെയ്യുന്നു? ഇൻഹിബിറ്റ് ചെയ്യുന്നു. അതുവഴി എന്ത് സംഭവിക്കുന്നു? ഈ പറയുന്ന നമ്മുടെ H+ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ഹ്യൂമനിലേക്ക് സെക്രീറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ H+ സെക്രീറ്റ് ചെയ്തതിൽ സോഡിയത്തിനെ നമുക്ക് റീഅബ്സോർബ് ചെയ്യാൻ കഴിയില്ല. കാരണം സോഡിയം H+ കോ ട്രാൻസ്പോർട്ടർ അല്ല, നമ്മുടെ കൗണ്ടർ ട്രാൻസ്പോർട്ടേഴ്സാ. അപ്പം H+ റിലീസ് ചെയ്തില്ലെങ്കിൽ സോഡിയത്തിനെ എടുക്കാൻ കഴിയില്ല. അങ്ങനെയാണ് നമ്മുടെ സോഡിയത്തിന്റെ സെക്രീഷൻ റീഅബ്സോർപ്ഷൻ കുറയുന്നത്. ഇനി സോഡിയത്തിന്റെ, ബൈകാർബണേറ്റിന്റെ കൂടാതെ വാട്ടറിന്റെ എക്സ്ക്രീഷൻ കൂടി ബൈകാർബണേറ്റ് യൂറിനിൽ പോകുന്നത് കൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു? യൂറിനറി ആൽക്കലൈനൈസേഷൻ സംഭവിച്ചു.
urinary alkalinization lead to metabolic acidosis. Coming to the pharmacokinetics. എന്താണ് ഫാർമക്കോകൈനറ്റിക്സ്? അബ്സോർപ്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, മെറ്റബോളിസം ആൻഡ് എക്സ്ക്രീഷൻ ഓഫ് ഡ്രഗ്സ് അല്ലെ. അതിൽ അബ്സോർപ്ഷൻ, അസിറ്റാസോളമൈഡ് ഈസ് വെൽ അബ്സോർബ്ഡ് ഓറലി. ഡിസ്ട്രിബ്യൂഷൻ എങ്ങാണ്? വൈഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, ബ്ലഡ് ബ്രെയിൻ ബാരിയറിനെ ക്രോസ് ചെയ്യും. മെറ്റബോളിസം മിനിമൽ ആണ്, എക്സ്ക്രീഷൻ യൂറിനിലെ അൺചേഞ്ച്ഡ് ആയിട്ടായിരിക്കും പോവുക. കമ്മിങ് ടു ദി യൂസസ്, ഇമ്പോർട്ടന്റ് ആണ്. അസിറ്റാസോളമൈഡിന്റെ യൂസസ് എഡിമയിലല്ലാത്ത ഏതൊക്കെ യൂസുകൾ ഉണ്ടെന്ന് എടുത്ത് തന്നെ ചോദിക്കാറുണ്ട്. അപ്പൊ യൂസസ് പറയുന്നത് മെയിൻ യൂസ് ഫസ്റ്റ് എഴുതേണ്ടത് ഗ്ലോക്കോമയാണ്. ഗ്ലോക്കോമ അതെന്താ ചെയ്യുക? അക്വസ് ഹ്യൂമർ പ്രൊഡക്ഷനെ കുറയ്ക്കും, അതുവഴി ഇൻട്രാ ഓക്യുലർ പ്രഷർ കുറയ്ക്കും. ഡ്രഗ്സ് ഏതൊക്കെയാണ്? അസിറ്റാസോളമൈഡ് നമ്മൾ സിസ്റ്റമിക് ആയിട്ടാണ് കൊടുക്കുക, IV ആയിട്ട് കൊടുക്കാൻ പറ്റും. എന്നാൽ ഡോർസോളമൈഡും ബ്രിൻസോളമൈഡും അവരുടെ ടോപ്പിക്കലായിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്ന കാർബോണിക് ആൻഹൈഡ്രേസ് ഇൻഹിബിറ്റേഴ്സ് ആണ്. കമ്മിങ് ടു ദ സെക്കൻഡ് യൂസ്, ദാറ്റ് ഈസ് ദ എപ്പിലെപ്സി. അഡ്ജങ്റ്റീവ് തെറാപ്പി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. യൂസ് ഇൻ ആബ്സെന്റ് സീച്ചേഴ്സ് ഡ്യൂ ടു CNS ആക്ഷൻ. ഒരു തീര് പറയുന്നത് അതിന്റെ സീഷറിന്റെ ത്രഷോൾഡിനെ കൂട്ടും എന്നാണ് പറയുന്നത്. സീഷർ ത്രഷോൾഡ് കൂട്ടും, അതുവഴി സീഷറിനുള്ള സാധ്യത കുറയ്ക്കും അങ്ങനെ പറയുന്നുണ്ട്. രണ്ടാമത്തെ മെറ്റബോളിക് ആസിഡോസ് അല്ലേ സംഭവിക്കുന്നത്, അത് ഗാബാർജിക് ഇൻഹിബിഷനെ എൻഹാൻസ് ചെയ്യും, അതുവഴി എപ്പിലെപ്സിക്കുള്ള സാധ്യത കുറയ്ക്കുമെന്നും പറയുന്നു. അടുത്തതായി മെറ്റബോളിക് ആൽക്കലോസിസ്. നമ്മൾ പറഞ്ഞു കൂടുതലായിട്ട് ബൈകാർബണേറ്റിന്റെ എക്സ്ക്രീഷൻ, യൂറിനറി എക്സ്ക്രീഷൻ വരുന്നത് കൊണ്ട് തന്നെ മെറ്റബോളിക് ആൽക്കലോസിസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാരണം മെറ്റബോളിക് അസിഡോസിസ് വരുന്നത് മെറ്റബോളിക് ആൽക്കലോസിസ് ഉള്ള പേഷ്യന്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് കോമ്പൻസേറ്റ് ചെയ്യും. ഇനി നാലാമത്തെ യൂസ് അക്യൂട്ട് മൗണ്ടെയിൻ സിക്നസ്. നമുക്കറിയാം സാധാരണ ഒരു മൗണ്ടെയിനിൽ ഒരു നമ്മുടെ ഹൈ ആൾട്ടിറ്റ്യൂഡിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓക്സിജൻ കിട്ടാത്ത അവസ്ഥയിലേക്ക് നമ്മൾ വരും, ലോ പ്രഷർ ഒക്കെ ഉള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു കണ്ടീഷനിൽ നമ്മൾ ഈ മരുന്ന് കൊടുക്കുന്ന പേഷ്യൻസിൽ മെറ്റബോളിക് അസിഡോസ് വരുമല്ലോ. ഈ മെറ്റബോളിക് അസിഡോസ് എന്ത് ചെയ്യും? സ്റ്റിമുലേറ്റ് ചെയ്യും റെസ്പിറേഷനെ, അതുവഴി അവർക്ക് ഓക്സിജനേഷൻ ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. കമ്മിങ് ടു പീരിയോഡിക് പാരാലിസിസ്, അത് ഹൈപ്പോകലമിക് പീരിയോഡിക് പാരാലിസിസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ എഡിമയിലൊക്കെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള യൂസ് ചെയ്യുള്ളൂ. കമ്മിങ് ടു അഡ്വേഴ്സ് എഫക്ട്സ് എന്തൊക്കെയാണ്? നമ്മൾ ഇത് പഠിച്ചെങ്കിൽ നമുക്ക് അഡ്വേഴ്സ് എഫക്ട്സ് കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല അല്ലെ. പറഞ്ഞു മെറ്റബോളിക് അസിഡോസ് വരും, കാരണം ബൈകാർബണേറ്റ് പോകുന്നത് കൊണ്ട് ഹൈപ്പോകലീമിയ വരും. ഇനി യൂറിൻ ആൽക്കലൈൻ ആണ്, അതുകൊണ്ട് തന്നെ ആൽക്കലൈൻ മീഡിയത്തിലെ കാൽഷ്യം പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് റീനൽ സ്റ്റോൺസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. പാരസ്തേഷ്യ, അസിഡോസിസ് വന്നതുകൊണ്ട് തന്നെ ടിംഗ്ലിംഗ് സെൻസേഷൻസ് ഉണ്ടാവും, അതാണ് നമ്മൾ പാരസ്തേഷ്യ. പിന്നെ ഡ്രൗസിനെസ് ആൻഡ് കൺഫ്യൂഷൻ. അതുപോലെ തന്നെ അസിറ്റാസോളമൈഡ് ഒരു സൾഫണമൈഡ് ഡെറിവേറ്റീവ് ആണ്, അതുകൊണ്ട് തന്നെ അലർജിക്ക് സാധ്യതയുണ്ട്, ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ. ഏതൊക്കെയാണ് കോൺട്രാ ഇൻഡിക്കേഷൻസ്? മെറ്റബോളിക് അസിഡോസ് ഉള്ള പേഷ്യൻസിന്, അതായത് സിവിയർ COPD ഉള്ള പേഷ്യൻസ് നമ്മൾ കൊടുക്കരുത്, കാരണം ഇതും വീണ്ടും ഇത് തന്നെയാണ് വരുത്താൻ പോകുന്നത്. അടുത്ത ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ഉള്ള പേഷ്യൻസിന് കൊടുക്കരുത്, റീനലോ ഹെപ്പാറ്റിക് ഡിസീസ് ഉള്ള കൊടുക്കരുത്, സൾഫണമൈഡ് അലർജി ഉള്ള കൊടുക്കരുത്. കമ്മിങ് ടു സമ്മറി, ദ സൈറ്റ് ഓഫ് ആക്ഷൻ ഈസ് പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. പ്രോട്ടോടൈപ്പ് ഡ്രഗ് എന്ന് പറയുന്ന അസറ്റാസോളമൈഡ് മെക്കാനിസം കാർബോണിക് ആൻഹൈഡ്രേസിനെ ഇൻഹിബിറ്റ് ചെയ്യും, അതുവഴി ബൈകാർബണേറ്റിന്റെ റീഅബ്സോർപ്ഷൻ കുറയ്ക്കും, യൂറിനറി ആൽക്കലൈനൈസേഷൻ ആൻഡ് മെറ്റബോളിക് അസിഡോസിസ്. മെയിൻ യൂസസ് എന്തൊക്കെയാണ്? ഗ്ലോക്കോമ, എപ്പിലെപ്സി, മെറ്റബോളിക് ആൽക്കലോസിസ്, അക്യൂട്ട് മൗണ്ടെയിൻ സിക്നസ്. ഇനി അഡ്വേഴ്സ് എഫക്ട്സ് എന്തൊക്കെയാണ്? മെറ്റബോളിക് അസിഡോസിസ്, ഹൈപ്പോകലീമിയ, റീനൽ സ്റ്റോൺസ്, പാരസ്തീഷ്യ. കോൺട്രാ ഇൻഡിക്കേഷൻസ്: മെറ്റബോളിക് അസിഡോസിസ്, സിവിയർ renal or liver failure, and self allergy. I hope you understand this session. Thank you.